പിണ്ടിമന പഞ്ചായത്തിൽ 3,80,00,000 രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച 3 വികസന പദ്ധതികൾ മെയ് 31-ന് വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് നാടിന് സമർപ്പിക്കുമെന്ന് ആന്റണി ജോൺ എംഎൽഎയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവും സംയുക്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിണ്ടിമന പഞ്ചായത്തിൽ പൂർത്തീകരിച്ച വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മെയ് 31 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുത്തൻകുഴി SNDP ഹാളിൽ വെച്ച് വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കുമെന്ന് ആന്റണി ജോൺ എംഎൽഎയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവും സംയുക്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എംഎൽഎ ആസ്തി വികസന ഫണ്ട് 3.2 കോടി രൂപ ഉപയോഗിച്ച് പുനർനിർമ്മിച്ച കനാൽ ബണ്ട് റോഡുകൾ, ഒരു പഞ്ചായത്തിൽ ഒരു ഫുട്ബോൾ കളിക്കളം എന്ന കായിക നയത്തിന്റെ ഭാഗമായി കേരള സർക്കാർ ജലസേചന വകുപ്പ് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകി എംഎൽഎ ആസ്തി വികസന ഫണ്ട് 30 ലക്ഷം രൂപ വിനിയോഗിച്ച് വികസിപ്പിച്ച അയിരൂർപാടം ഫുട്ബോൾ മൈതാനം, ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 30 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 1.25 ലക്ഷം രൂപയും ചെലവഴിച്ച് നിർമ്മിച്ച ഭൂതത്താൻകെട്ട് അനുബന്ധ ടൂറിസം കേന്ദ്രമായ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നീ 3 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെടുന്നത്. നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ വലിയൊരു ജനസമൂഹത്തെ ഞങ്ങൾ ഈ ഉദ്ഘാടന വേളയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ല നിലയിൽ തന്നെ പിണ്ടിമനയിലെ ഓരോ മേഖലയിലെയും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാവരുടെയും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയേറെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതെല്ലാം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടന വേളയിലേക്ക് എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MS അലിയാർ, ലത ഷാജി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.